ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ മഹേഷ് ആണെങ്കിൽ വിനോദിനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ ആ കൈലാസ് അളിയൻ എവിടെയൊക്കെയോ പോയി, ഇവിടെ ഇഷിതക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അമ്മയും മകളും കൂടി ചേർന്ന് ഇഷിതനെ വലിച്ച് കടിച്ച് പറിക്കുവാടാ, സഹിക്കാൻ പറ്റില്ല. ചില നേരത്തെ അമ്മയുടെ പ്രവൃത്തി കണ്ടാലുണ്ടല്ലോ എന്ന് പറയും. എനിക്ക് മനസ്സിലായി ഏട്ടാ, അമ്മ തനി ഒരു അമ്മായിമ്മ പോലെ എടുക്കുവാണല്ലേ. അതെ, അതിനേക്കാളും അപ്പുറമാണെന്ന് വേണമെങ്കിൽ പറയാം. അയാൾ എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്തായാലും അയാൾ ആ കായൽ തീരത്തുള്ള ആ ഒരു കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഏട്ടാ. ഞാനിപ്പോ അങ്ങോട്ടേക്കാ പോണത്. അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഒരു മണിക്കൂർ ഏട്ടാ, ഒരു മണിക്കൂറിൽ കൈലാസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചേട്ടന് തരാം. ചേട്ടൻ സമാധാനമായിട്ട് ഇരിക്കേ എന്നൊക്കെ പറയണം മഹേഷ്. ആ ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് മഹേഷ് വീണ്ടും വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതേ സ്വപ്നവലി മഞ്ജു വീണ്ടും ഇഷ്ടയുടെ പുറത്ത് കുതിര കയറുവാട്ടോ. ഹോ, ഇവള് എപ്പോ ഈ വീട്ടിൽ വലത് കാലി വെച്ച് കേറിയോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിന്റെ ദുരിതം. എന്ത് നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞ വീടായിരുന്നു, സന്തോഷവും സമാധാനവും മാത്രം എന്ന് പറയുമ്പോ ഇഷിത പറയുന്നുണ്ട്, ശരിയാ നിങ്ങൾക്ക് വല്ലാതെ സന്തോഷവും സമാധാനമായിരിക്കും, പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് മഹേഷും ചിപ്പിയും സന്തോഷിക്കുന്നത്. മഹേഷിന് നല്ലൊരു ഭാര്യനെ കിട്ടി, ചിപ്പിക്ക് നല്ലൊരു അമ്മേനെ കിട്ടി. ഇന്നറിയാവോ, ഇന്ന് ചിപ്പിയുടെ സ്കൂളിൽ നിന്ന് ഹെഡ് മിസ്റ്റേഴ്സ് എന്നെ വിളിച്ചിരുന്നു. അയാൾ എന്താ പറഞ്ഞെന്നറിയാവോ, ചിപ്പിക്ക് ശരിക്കും യഥാർത്ഥ അമ്മ ഞാനാണെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ചിപ്പി നല്ല നല്ല കാര്യങ്ങളാണ് ക്ലാസ്സിൽ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന്. അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രയാണ് നമുക്കറിയാവോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിപ്പി ചിലപ്പോൾ ശരിയായിരിക്കും, നീ വളർത്തുന്നതല്ലേ, അതുകൊണ്ട് നല്ലൊരു ഗുണം കാണിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് മറ്റുള്ളവരെ കാണാൻ പാടില്ല, അസൂയാണ് നിനക്ക്. അപ്പോഴേക്കും മഞ്ജു പറയണ്ട, അതെ അതെ, എന്റെ കൈലാസേട്ടനെ വളച്ചെടുക്കാൻ നോക്കിയതല്ലേടി നീ, അതിന് നിങ്ങളുടെ കൈലാസേട്ടന് എന്ത് കൊന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. എടി നീ എന്താടി പറഞ്ഞത്, എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? കൈലാസ് എന്ന് പറഞ്ഞ അയാൾക്ക് എന്താണ് ഉള്ളത്, എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, കാണാൻ മഹേഷിന്റെ 7 അയലത്ത് വരൂ. പോട്ടെ, ഞാൻ ഒന്നും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുന്നില്ല. ചേച്ചി ഇടക്കിടക്കിനെ പറയുന്നുണ്ടല്ലോ, ഞാനിന്ന് കൈലാസേട്ടൻ മയക്കെടുക്കാൻ ശ്രമിച്ചു. ഞാനൊരു ദിവസം എത്ര പേഷ്യൻസിനെയും എത്ര ആണുങ്ങളെ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ടെന്ന് അറിയാവോ. അവരോടൊന്നും കാണാത്ത എന്ത് പ്രത്യേകത ഈ കൈലാസേട്ടനുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ആണിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ പോവായിരുന്നു. കേട്ടല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയല്ല. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആകെ എന്നെ കുറിച്ച് ചെയ്തത് പറഞ്ഞത് മഞ്ജുമ ചേച്ചി മാത്രമാണ്. പിന്നെ മഞ്ജുമ ചേച്ചി മഞ്ജുമച്ചിയുടെ അമിത സ്നേഹം കാരണം മഞ്ജുമ ചേച്ചിയും കൂട്ടു നിൽക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കൈലാസേട്ടനെ വട്ട പൂജ്യമാണ് എന്ന് പറയാണ്. മഞ്ജുമക്ക് ദേഷ്യം വരുന്നുണ്ട്. മഞ്ജുമ പറയണ്ട്, അമ്മേ ദേ ഇവിടെ വായൊന്ന് അടയ്ക്കാൻ പറ. എപ്പോഴും എന്റെ കൈലാസേട്ടനെ കിട്ടാത്തതിന്റെ അസൂയ അവൾക്ക്. കിട്ടാത്ത മുന്തിരി പുളിക്കോടി, ആ മുന്തിരി എനിക്ക് വേണ്ട എന്ന് ഇഷിതയും പറയാണ്. മഹേഷ് വേണ്ട അമ്മേ, ഒന്ന് നിർത്തമ്മേ, ഏത് നേരവും എന്തിനാ ഈ ഇഷിതയുടെ മേത്ത് ചാടണെന്ന് ചോദിക്കുമ്പോ, നിനക്ക് പിടിക്കില്ലടാ, നീ ഒരു പെൺകോന്തനായി പോയടാ. നീ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോ നീ ശരിക്കും പെൺകോന്തനായി. ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇഷിതയുടെ പെൺകോന്തനാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അത് അഭിമാനമായിട്ട് ഞാൻ കാണുള്ളൂ. കാരണം ഇഷിത എന്താണെന്നും ഏതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കൈലാസളിയെ കുറിച്ചും എനിക്ക് അറിയാം എന്നൊക്കെ പറയണം. നിനക്ക് എന്താണ് അറിയാവുന്നത്? അത് ഞാൻ ഇപ്പൊ എന്തായാലും പറയുന്നില്ല. പറഞ്ഞാലും ഈ ചേച്ചി വിശ്വസിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മഹേഷിന്റെ ഫോണിലേക്ക് കോള് വരും കേട്ടോ. ആ വിനോദ്, എന്തായിടാ, നീ അവിടെ പോയിട്ട് അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചായിരുന്നു ഏട്ടാ, അവിടെ നിന്ന് ഞാനിപ്പോ വിളിക്കണത്. എന്താ എവിടത്തെ കാര്യങ്ങൾ? ഏട്ടാ ഏട്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ചേട്ടാ എന്ന് പറയാണ്. എന്താ എന്താ പ്രശ്നം? അത് ഈ കായൽ തീരത്ത് ഒരു ഡെഡ് ബോഡി ഒതുങ്ങിയിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ആളുകളൊക്കെ കൂടുന്നേ ഉള്ളൂ. എനിക്കത് പോയി നോക്കാനുള്ള ഒരു ധൈര്യമില്ല. ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ശരി, ഞാൻ വരാം എന്ന് പറയാണ്. എടാ എന്താ കാര്യം മഹേഷ്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ, അത് വിനോദാ വിളിച്ചത്. ഇന്നലെ കൈലാസളയും 2 കൂട്ടുകാരുടെ കൂടെ കായൽ തീരത്തൊരു മദ്യഷാപ്പിൽ കണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊരു ആളൊഴിയൊരു മദ്യഷാപ്പാണ്. തിരിച്ച് ആ 2 കൂട്ടുകാർ മാത്രമാണ് കാറി കയറി പോയത്. അയ്യോ, അപ്പൊ എന്റെ കൈലാസേട്ടനോ? അറിയില്ല. ഇപ്പൊ വിനോദ് വിളിച്ചിരുന്നു. കായൽ തീരത്ത് ഒരു ഡെഡ് ബോഡി അടിഞ്ഞിട്ടുണ്ടെന്ന്. അത് നോക്കാൻ പോവാ. അയ്യോ അമ്മേ, എന്റെ കൈലാസേട്ടൻ മരിച്ചു അമ്മേ, ചത്തു പൊങ്ങി അമ്മേ എന്ന് പറഞ്ഞിട്ട് പിന്നെ മഞ്ജുമിരുന്ന് കരയാട്ടോ. സ്വപ്നവല്ലിയും കരയുന്നുണ്ട്. അയ്യോ തീർന്നല്ലോ, എന്റെ മോളുടെ ജീവിതം തീർന്നല്ലോ, ഇനി വിധവയാവോലോ ഈശ്വരാ എന്നിട്ട് കരയാണ്. മഹേഷ് പണ്ട്, അമ്മേ ഒന്ന് കരച്ചിലും നിർത്ത്, അത് ആരാണെന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് പോരെ കരച്ചിലും രണ്ടുപേരുടെ കുറ്റപ്പെടുത്തലൊക്കെ എന്ന് പറയണം. അപ്പൊ ഹിഷിത പറഞ്ഞ, മഹേഷ് ഞാനും വരണോ? വേണോ, ഞാൻ പോയിട്ട് വരാം. താനൊരു കാര്യം ചെയ്യ്, താൻ ഇവിടെ നിൽക്കണ്ട, അമ്മയുടെ അച്ഛൻ്റെ കൂടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയി നിൽക്കും. ശരി, ചിപ്പിനെയും കൂട്ടിക്കോ എന്ന് പറയാണ്. ചിപ്പിക്ക് ക്ലാസ് ഉണ്ടല്ലോ, അവൾ ക്ലാസ്സിൽ പോയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോകുവാണ്. അതേസമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചിപ്പി എടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിപ്പി രാത്രി ഭക്ഷണം കഴിക്കാനല്ലേ കിടന്നുറങ്ങിയത്, അതുകൊണ്ട് ചിപ്പിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇഷിത പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പാല് കുടിപ്പിക്കാനായിട്ട് പാലിങ്ങനെ കുടിപ്പിക്കുന്നുണ്ട്. ഇഷിത ഒരു ഗ്ലാസ് ഫുള്ള് പാല് കുടിപ്പിക്കുന്നുണ്ട്.
പിന്നീട് ഇഷിത ചോദിക്കണ്ട് ആദിചേട്ടൻ ഇപ്പൊ എങ്ങനെയാ? ആദിചേട്ടൻ നല്ല ചേട്ടനാ. ഞങ്ങൾ ഇന്ന് ആദിചേട്ടൻ സോറി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടനോട് കഴിഞ്ഞ ദിവസം മൂക്കടിച്ച് വരുത്തിയില്ലേ, ആ ചേട്ടനോട് കിരൺ ചേട്ടനോട് സോറി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെ ആദിചേട്ടൻ സോറി പറയുകയാണെങ്കിൽ മോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്താ അമ്മേ? അത് ആദിചേട്ടൻ സോറിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോയില്ലേ ക്ലാസ്സിലേക്ക്, ആ സമയത്ത് ആദിചേട്ടന് പുറകെ നിന്നിട്ട് മോള് ഇഷാദേട്ട എന്ന് പറഞ്ഞ് വിളിക്കണം. ആദിചേട്ടന്റെ പ്രതികരണം എന്താണെന്ന് അറിയാനായിട്ടാ. എനിക്ക് മനസ്സിലായി, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിപ്പി അവിടുന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോഴേക്കും ആദ്യയുടെ ചോദിക്കുന്നുണ്ട് ചിപ്പി, അതെ ആദിചേട്ടാ, ഇന്ന് കിരൺ ചേട്ടനടുത്ത് സോറി പറയാന്ന് പറഞ്ഞാലോ, ഓക്കെ അല്ലേ? ഓക്കെ ആണ് എന്ന് പറയാണ്. അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദി സോറി പറഞ്ഞിട്ട് കിരൺ പറഞ്ഞിട്ട് സാരില്ല, ഞാൻ ആദിനെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ ആദി എന്നെ അടിച്ചത്, സാരില്ല എന്ന് പറഞ്ഞിട്ട് അവര് കെട്ടിപ്പിടിച്ച് കൂട്ടാവാട്ടോ. ആദിക്ക് ഭയങ്കര സന്തോഷാവാണ്. ആദിന്റെ അടുത്ത് പിള്ളേരൊക്കെ കൂട്ടുകൂടുന്നുണ്ട്. അങ്ങനെ ആദിക്ക് സന്തോഷാവാണ്. അപ്പൊ ചെപ്പി പറയണ്ടേ, ഇനി ചേട്ടൻ ഒരു കാര്യം കൂടി ചെയ്യണം. അതെന്താ? അത് ഏട്ടനായിരിക്കണം ക്ലാസ്സിൽ ഫസ്റ്റ്. അതെനിക്കൊരു ആഗ്രഹം. ഊട്ടിയിൽ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ആയ ആളല്ലേ, പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റില്ലേ? പറ്റും, ഞാൻ തന്നെയായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ്. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. പോരെ? ശരി, എന്നാ ഞാൻ പോയിക്കോട്ടെ, നിങ്ങളും ക്ലാസ്സിൽ പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിയും ചക്കിയും സൂരജും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി തിരിയുമ്പോഴേക്കും ചിപ്പി പെട്ടെന്ന് പുറകിലേക്ക് നോക്കാണ്. ഇഷാദ്, അതായത് സോറി ആദി മുമ്പിലേക്ക് നടന്നു പോണ സമയത്ത് ആദീനെ നോക്കിയിട്ട് ഇഷാദേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുന്നത് ആദ്യം ഒന്ന് നെട്ടുവാട്ടോ. വീണ്ടും ഇഷാദേ എന്ന് പറഞ്ഞ് ചിപ്പി വിളിക്കുകയാണ്. ആ വിളിയിൽ പെട്ടെന്ന് തന്നെ ആദിക്ക് തല വല്ലാത്ത വേദന എടുക്കുന്ന പോലെ തോന്നാണ്. പല ഓർമ്മകളും ആദിയുടെ മനസ്സിൽ വരുവാണ്. ഇഷാദെ എന്ന് വിളിച്ചതും ഇഷിത കൂടെ കിടന്നതും ഭക്ഷണം വാരി കൊടുത്തതും സമ്മാനം കൊടുത്തതും കടൽ തീരത്ത് പോയി കളിച്ചതും ഒക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് ആദിയുടെ മനസ്സിൽ കേറി പറ്റുവാട്ടോ. അതിനുശേഷം ആദ്യം തിരിഞ്ഞു നോക്കിയിട്ട് വേഗം ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്താൻ ആദിക്കും ഒരു സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു അസ്വസ്ഥതയാട്ടോ. അങ്ങനെ ആദി രാത്രി പഴയ കാര്യങ്ങളൊക്കെ ആദിയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. കാരണം ഇഷിത ആരാണെന്നുള്ള സത്യം ആദി നാളെ മനസ്സിലാക്കാട്ടോ. തന്റെ വേറൊരു അമ്മയാണ് ഇഷിത എന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദിയുടെ മനസ്സിൽ ഇഷിതയുടെ ആ ഒരു രൂപം തെളിഞ്ഞു വരുവാണ്. അതെ അതെ, അവര് തന്നെയാണ് എന്നെ രക്ഷിച്ചത്, അന്ന് ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചത് അവര് തന്നെയാണ്, എന്നെ മകനെ പോലെ സ്നേഹിച്ചതും അവര് തന്നെയാ, എന്നെ നല്ല കാര്യങ്ങൾ അവർ ആ സമയത്ത് എന്നെ പഠിപ്പിച്ചത്. അതെ, ഡോക്ടർ ഇഷിത അവര് തന്നെയാ എന്റെ അമ്മ എന്നൊക്കെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ആദി. അങ്ങനെ ആദിക്ക് ഇഷിതടുത്ത് ചെറിയൊരു അനുകമ്പയും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങാട്ടോ. ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം ഇഷിതക്ക് ഓരോരോ ദുഃഖങ്ങൾ വരുമ്പോഴും ഏതെങ്കിലും ഭാഗത്തുനിന്ന് സന്തോഷവും കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്താണ് ഇഷിത. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കൈലാസം മരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അഥവാ മരിച്ചാൽ തന്നെ ഇതിന്റെ പിറകിൽ ആകാശമായിരിക്കും. ഇഷിതയുടെ തലയിലേക്ക് കുറ്റം ഇടാൻ വേണ്ടിയിട്ട് ആകാശ് ചെയ്ത പണി തന്നെയായിരിക്കും ഇത്. എന്നാൽ നാളത്തെ എപ്പിസോഡിലെ അറിയാൻ പറ്റുള്ളൂ കൈലാസം മരിച്ചോ, ആ ഡെഡ് ബോഡി കൈലാസിന്റെ ആണോ ഇല്ലയോ എന്നുള്ള സത്യം. പിന്നെ ആദിയുടെ ആ ഒരു ഓർമ്മ വരുന്ന ഭാഗങ്ങളും നാളത്തെ എപ്പിസോഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ആദി നല്ല കുട്ടിയാവുന്ന ഭാഗങ്ങളും നാളത്തെ എപ്പിസോഡിലുണ്ട്. പ്രൊമോയില് ആകെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. എപ്പിസോഡ്സിലും ഓൾമോസ്റ്റ് ഇത്രയും ഭാഗങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ആകാശിന്റെ എന്തോ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.